CPM ഭരിക്കുന്ന തിരുവനന്തപുരം നരിവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ്. ബാങ്കിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തിരികെ ലഭിക്കാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ചികിത്സയ്ക്കും മക്കളുടെ വിവാഹത്തിനുമായി മാറ്റിവെച്ച തുക നിക്ഷേപകർ ചോദിക്കുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. ബാങ്ക് ഭരണസമിതിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് നിക്ഷേപകർ ഉന്നയിക്കുന്ന വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ ഒരു തുടർക്കഥ തന്നെയാണ് നരിവാമൂടും നടന്നിരിക്കുന്നത്. എത്രത്തോളം നിക്ഷേപകർക്കാണ് ഈ പണം നഷ്ടമായത്? നിക്ഷേപകർ പണം ചോദിക്കുമ്പോൾ ഈ ഭരണസമിതി നൽകുന്ന ഒരു വിശദീകരണവും എന്താണ്? KP നരുവാമൂട് സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്ന. അതിൻ്റെ CPM നേതാവ് ആയിട്ടുള്ള മുൻ പ്രസിഡൻ്റാണ് ജോൺസൺ എന്ന പേരുള്ള പ്രസിഡൻറ്റിനാണ് അവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത്. ഏതാണ്ട് പലർക്കുമായിട്ട് ചിലർക്ക് 17 ലക്ഷം രൂപ, ചിലർക്ക് 8 ലക്ഷം രൂപ, അങ്ങനെ നിരവധി ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾക്കാണ് ഇതുപോലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാതെ ഇരിക്കുന്നത്. അതും ചികിത്സാ ആവശ്യങ്ങൾക്കും അതുപോലെ മക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇവർ ഈ പണം തിരികെ ചോദിക്കുന്നത്. ആ സമയത്ത് അവർ പറയുന്നത് ഈ AR ഓഫീസിൽ പോയി സമീപിക്കൂ, തങ്ങൾ ഇപ്പോൾ നിലവിൽ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണം തിരികെ നൽകാൻ സാധിക്കൂ എന്നുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഇതിനെതിരെ നേരത്തെ ഈ സഹകരണ വകുപ്പിൽ നിക്ഷേപകർ പരാതി നൽകിയിരുന്നു. പക്ഷേ സഹകരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല. പിന്നീട് കോടതി ഇടപെട്ടാണ് അന്വേഷണം നടത്തണമെന്ന് സഹകരണ വകുപ്പിനോട് നിർദ്ദേശം നൽകുകയും സഹകരണ വകുപ്പ് ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഭരണസമിതി, അതായത് ജോൺസൺ പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ട് പിന്നീട് മറ്റൊരു ഭരണസമിതിയെ ചുമതലപ്പെടുത്തി. ആ ഭരണസമിതിയിലും പ്രസിഡൻ്റായിട്ട് വന്നത് ജോൺസൻ്റെ മകളായിട്ടുള്ള ജസ്റ്റീന ജോൺസൺ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. അതിനെതിരെയും നിക്ഷേപകർ വലിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പണം ഈ നിക്ഷേപകർ പ്രധാനമായിട്ടും പറയുന്നത് ഈ പണം ഉപയോഗിച്ചാണ് ഈ പ്രസിഡൻറ്റും സെക്രട്ടറി എല്ലാം സ്വത്തുക്കൾ, അതായത് സ്വത്തുക്കളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളും വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. നിക്ഷേപകരുണ്ട് പലയിടത്തും ഇവർ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ നിക്ഷേപകരുടെ പണം കൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ, അതാണ് പ്രാഥമിക നിഗമനത്തിൽ 10 കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശദമായ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ മുൻ ഭരണസമിതിയെ പിരിച്ചുവിട്ടിപ്പോൾ പുതിയ ഭരണസമിതിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. എന്നാൽ ഈ നിലവിലെ പഴയ ഭരണസമിതിയിലെ പ്രസിഡൻറ്റിൻ്റെ മകളാണ് ഇപ്പോഴും ഭരണസമിതിയിൽ ഉള്ളത് എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഹകരണ ബാങ്കിന് മുന്നിൽ പ്രക്ഷോഭവുമായി നിക്ഷേപകർ എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള കോടികളുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ്. ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ നിക്ഷേപമുണ്ട്. അത് വ്യക്തമായ കണക്കുകൾ എടുത്തു വരുന്നതേ ഉള്ളൂ. അതിൽ കൂടുതൽ കോടികളുടെ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ നിക്ഷേപകരുടെ തുകയെടുത്ത് ഈ ഭരണസമിതിയിലുള്ളവർ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടാനെല്ലാമായിട്ട് പണം ഉപയോഗിച്ചു എന്നാണ് നിക്ഷേപകർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. എന്താണെങ്കിലും തങ്ങളുടെ പണം തിരികെ ലഭിക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KP ജ്യോതിഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.